ഇവിടെ MPM ഹയർ സെക്കൻഡറി സ്കൂളിൽ നിലമ്പൂർ ഉപജില്ലാ കലോത്സവം പുരോഗമിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഉപജില്ലാ കലോത്സവമാണ് MPM ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്നത് എന്നുള്ള പ്രത്യേകത ഉണ്ട്. നൂറുകണക്കിനല്ല ആയിരക്കണക്കിന് ആളുകൾ ദിനേന എന്നോണം വരുന്നു, ഈ പരിപാടികളിൽ സംബന്ധിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇത്രമാത്രം വലിയ ജനപങ്കാളിത്തമുള്ള ഒരു ഉത്സവം നമ്മുടെ മേഖലയിൽ വേറെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അങ്ങനെ ഒരു പരിപാടി ഏതാണ്ട് 10-12 വേദികളിലൂടെ ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വരുന്ന ആളുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകാൻ ഏറ്റവും അധികം സാധ്യതയുള്ള ഒന്നാണ് ഡിസിപ്ലിൻ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അച്ചടക്ക സംബന്ധമായ പ്രശ്നങ്ങൾ. എവിടെ നോക്കിയാലും അടിയും പിടിയും ബഹളമാണ് നമ്മൾ കാണാറുള്ളത്. 4 ആള് കൂടിയാൽ അവിടെ അടി എന്നുള്ളതാണ് പുതിയ സംസ്കാരം എന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ അതിലൊട്ടും അതിശയോക്തി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒന്നും ഉണ്ടാകാതെ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പോലീസ് ടീം ഇവിടെ ഉണ്ട്. അവർക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട സുനീഷ് സാറാണ് ഇവിടെ ഇപ്പൊ നമ്മോടൊപ്പം ഉള്ളത്. CI ഇപ്പോൾ സ്ഥലത്തില്ല എന്നാണ് പറഞ്ഞത്. അല്പം കഴിഞ്ഞാൽ അദ്ദേഹം വരും. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തോടും കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആ ഘട്ടത്തിൽ ചോദിക്കാനുണ്ടാവും. ഇപ്പോൾ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന സുനീഷ് സാറിനോട് വിശേഷങ്ങൾ ചോദിക്കാം. എങ്ങനെ പോകുന്നു സാർ കാര്യങ്ങൾ? ഈ ബണ്ടോസ് ഡ്യൂട്ടിക്കായിട്ട് നമ്മള് 30ഓളം ആൾക്കാരെ ഇവിടെ ഡെപ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ സ്റ്റേജിലും നമ്മുടെ പോലീസിന്റെ സാന്നിധ്യമുണ്ട്. കൂടാതെ നമ്മുടെ ട്രാഫിക് ഡ്യൂട്ടി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഏത് തരത്തിലുള്ള ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ ഇപ്പോൾ ഞങ്ങൾ സജ്ജരാണ്. അതിനുവേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നു 12 വേദികളാണ്. അപ്പൊ 12 വേദികളിൽ നമുക്ക് അങ്ങനെ 12 വേദികളിലും നമ്മൾ പോലീസുകാരെ നിയമിച്ചിട്ടുണ്ട്. ഏത് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കൺട്രോൾ റൂം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, നമുക്ക് നമ്മുടെ ഒരു ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് ഏത് സ്റ്റേഷന്റെ പരിധിയിലാണ് വരിക? ഇത് എടക്കര പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ്. ഇൻസ്പെക്ടർ കമറുദ്ദീൻ വള്ളിക്കാരന്റെ നേതൃത്വത്തിലുള്ള ടീമാണ് ഇവിടെ തയ്യാറായിട്ടുള്ളത്. അപ്പൊ നമുക്ക് മറ്റ് സ്റ്റേഷനുകളിൽ നിന്ന് അങ്ങനെ സഹായത്തിന് ആളുകൾ വരുമ്പോൾ നിലമ്പൂർ സബ് ഡിവിഷന്റെ കീഴിൽ വരുന്ന സ്റ്റേഷനുകളിൽ നിന്ന് എല്ലാം പോലീസുകാരെ ഇവിടെ ഡ്യൂട്ടിക്കായിട്ട് വന്നിട്ടുണ്ട്. ശരി. നിങ്ങളിപ്പോ ഇപ്പൊ നിലവിൽ എത്ര പേരാ ഉള്ളത്? നിലവിൽ 30 പേര് ഡ്യൂട്ടിയാണ്. 30 പേര് പ്രവർത്തിക്കുന്നത്. ഓക്കെ. അപ്പൊ വളരെ പ്രധാനപ്പെട്ട ചുമതലകൾ നിർവഹിച്ചുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ അങ്ങിങ്ങായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്, അവിടെ നിൽക്കുന്നുണ്ട്, ആ പുറകിലുണ്ട്, സ്റ്റേജിലൊക്കെ വേദിയിലൊക്കെ തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആശങ്ക അങ്ങനെ നമ്മൾ കണക്കാക്കുന്നുണ്ടോ? ഏത് തരത്തിലുള്ള സംഗതി വന്നാലും അതിനെ ഫേസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അതാണ്. തീർച്ചയായിട്ടും വളരെ ഉത്തരവാദിത്വത്തോടു കൂടി ഈ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ വർത്തമാനങ്ങളാണ് നമ്മൾ കേട്ടത്. തീർച്ചയായിട്ടും ഇത് വലിയൊരു കലോത്സവമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആശങ്കകളൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ അവര് അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധത്തിൽ പറഞ്ഞിരിക്കുന്നു, ഒരു തരത്തിലുള്ള പ്രയാസങ്ങളും ഇല്ലാതെ ഈ കാര്യങ്ങൾ ഭംഗിയാർന്ന രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിനുള്ള എല്ലാ സംവിധാനവും പോലീസ് സേന ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും പൊതുജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൂടിയാണ് അവർ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായിരുന്നാലും ഏഷ്യയിലെ ഏറ്റവും വലിയ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന നിലമ്പൂർ സബ് ജില്ലയിലെ കലാകാരന്മാരും കലാകാരികളും ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അവർ അണിയറയിൽ വളരെ സജീവമാണ്. ആ കാഴ്ചകളിലേക്ക് വീണ്ടും നമുക്ക് സഞ്ചരിക്കാം.